ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മെക്കാനിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ മാസം നമുക്ക് കൺഫർമേഷൻ കൊടുക്കേണ്ടുന്ന കുറേയധികം എക്സാമിനേഷൻ ഉണ്ട്. അതായത് ഈ മാസം 11-ാം തീയതിയോടുകൂടി അതിന്റെ എല്ലാം കൺഫർമേഷൻ കൊടുക്കേണ്ടുന്ന അവസാന തീയതിയാണ്. പല ഉദ്യോഗാർത്ഥികളും എക്സാമിന് അപേക്ഷിക്കും, പക്ഷെ കൺഫർമേഷൻ സമയത്ത് കൃത്യമായിട്ട് ചെയ്യില്ല. ഈ ഒരു കൺഫർമേഷൻ കൊടുക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനേഷന് എഴുതാനുള്ള യോഗ്യത ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് കിട്ടില്ല എന്നുള്ളൊരു പരമാർത്ഥമാണ്. അത് പലരും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ നമുക്കറിയാം, ഓരോ എക്സാമിനേഷൻ നോക്കുമ്പോഴും നല്ല ഒരു ശതമാനം ഉദ്യോഗാർത്ഥികൾ പരീക്ഷയിൽ എലിജിബിലിറ്റി ഇല്ലാതെ പോകുന്ന ഒരു പ്രവണതയുണ്ട്. ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരിക്കൽ കൂടി ഈ റിമൈൻഡർ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുക, ഏതൊക്കെ പോസ്റ്റുകളാണ് ഇതിൽ വരുന്നത് നോക്കുക. അപ്പം ഇതിൽ ആദ്യമായിട്ട് പറയുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റാണ്. കേരള പോർട്ട് സർവീസസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. ഇതിന് നിലവിലെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് 9822 പേരാണ്. ഇതിന് എക്സാമിനേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത് 15/7/2026 ഇതിന്റെയും കൺഫർമേഷൻ നൽകാനുള്ള തീയതി എന്ന് പറയുന്നത് ഈ വരുന്ന 11-ാം തീയതിയാണ്. അടുത്തത് അസിസ്റ്റന്റ് എഞ്ചിനീയർ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഇതിന്റെ എക്സാമിനേഷൻ ഡേറ്റ് 22/7/2026 നിലവില് 10,193 പേര് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. അടുത്തത് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ആണ്. ഇത് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഇതിന്റെ എക്സാമിനേഷൻ നേരത്തെ പറഞ്ഞ അതേ തീയതിയിൽ തന്നെ ഒരുമിച്ചാണ് നടക്കുന്നത്. രണ്ടും കൂടി ഒറ്റ എക്സാമിനേഷൻ ആണ്. ഇതിലേക്ക് 5,979 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അടുത്തത് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 എന്ന് പറയുന്നതാണ്. ഇത് കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ്. 26,185 പേർ അപേക്ഷിച്ചിട്ടുണ്ട്. ഇതിന്റെ എക്സാമിനേഷൻ തീയതി എന്ന് പറയുന്നത് 28/7/2026 അടുത്തതായിട്ട് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഓവർസിയർ എന്ന് പറയുന്നത് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഇതിന് മൊത്തം 8,113 പേരാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിരിക്കുന്നത്. ഇതിന്റെ എക്സാമിനേഷൻ തീയതി PSC പ്രഖ്യാപിച്ചിരിക്കുന്നത് 30/7/2026 അപ്പോൾ നമ്മുടെ മുമ്പിൽ ഓൾറെഡി എക്സാമിനേഷന്റെ തീയതിയും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കൺഫർമേഷന്റെ ഡേറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും പഠിക്കുക എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പറഞ്ഞ എല്ലാ പോസ്റ്റുകളിലേക്കുമുള്ള കോച്ചിങ് ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ടെക്നിക്കൽ പോസ്റ്റ് ആണ്. നമ്മൾ കണ്ടു, ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ്. ഈ ഒരു കുറഞ്ഞ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനിടയിൽ നിന്ന് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ മെക്കാനിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കേരള സർക്കാരിൽ തന്നെ ഉറപ്പുള്ള ഒരു സർക്കാർ ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ പരിശ്രമം വളരെ നന്നായിട്ട് തുടങ്ങണം. മറ്റൊരു കാര്യം കൂടി ഓർത്തിരിക്കുക, റാങ്ക് ലിസ്റ്റിൽ എത്രത്തോളം മുമ്പിൽ എത്തുന്നോ അത്രത്തോളം നിങ്ങളുടെ സർവീസിലെ സീനിയോറിറ്റിയും കൂടും. അപ്പോൾ നമ്മുടെ ശ്രമം എപ്പോഴും റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതെത്താനായിരിക്കണം. അതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഏണസ്റ്റ് അക്കാഡമിയുടെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കോഴ്സിന്റെ വിശദ വിവരങ്ങൾ അറിയുന്നതിനുമായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഇതിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, എല്ലാവരും നിങ്ങളുടെ കൺഫർമേഷൻ കൊടുക്കുക. ഒപ്പം തന്നെ പഠനം വളരെ കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.